ഇന്നൊരു ശനിയാഴ്ചയാണ്. സമയം രാവിലെ 3:45. നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. കുറേ വർഷങ്ങളായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ചിരുന്നൊരു യാത്ര. നമ്മൾ ഇന്ന് മലരിക്കലിലെ ആമ്പൽ വസന്തം കാണാനായിട്ട് തിരിക്കുകയാണ്. 4:30 ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ട്രിവാൻഡ്രത്ത് നിന്ന് മലരിക്കൽ വരെ അറൗണ്ട് 2.5 hours ആണ് ഗൂഗിളിൽ കാണിച്ചത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് എത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകുന്നതെന്ന്. ആമ്പലുകളുടെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? ആമ്പല് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് വിരിയുകയും സൂര്യന്റെ ചൂട് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതിന് മുന്നേ വാടുകയും ചെയ്യുന്ന പൂക്കളാണ്. അതായത് ഒരു 8-9 മണി വരെയൊക്കെ നമുക്ക് ആമ്പലിനെ കാണാൻ പറ്റും. അതിനുശേഷം ആള് വാടി നെക്സ്റ്റ് ദിവസത്തെ പൂവായിട്ട് വിരിയാണ് ചെയ്യാറ്. അങ്ങനെ പറഞ്ഞ പോലെ ഒരു 7 മണി ആയപ്പോഴേക്കും നമ്മൾ അങ്ങെത്തി. നമ്മളൊരു മോട്ടോർ ബോട്ട് ഹയർ ചെയ്തു. മോട്ടോർ ബോട്ട് 1000 രൂപയും ചെറുവഞ്ചിയിൽ ഓരോ ആൾക്കും 100 രൂപ വീതവുമാണ് റേറ്റ്. സോ നമ്മൾ അപ്പുറത്തെ കടവിലോട്ട് പോവാണ്. അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് നമുക്കൊരു മൊത്തത്തിൽ റൈഡ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ ഒക്കെ നമ്മുടെ ആമ്പലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ചേട്ടൻ തന്നെ നമുക്കൊരു കോട്ടൊക്കെ തന്നു. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. സോ പോകുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 3000 ഏക്കറോളം വരുന്ന നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാണ് മലരിക്കലിലുള്ളത്. 2 നെൽകൃഷികൾക്കിടയിൽ പാടത്ത് പിടിക്കുന്ന കളയാണ് ശരിക്കും നമ്മൾ ഈ കാണുന്ന ഈ ആമ്പലുകൾ. കൊറോണ സമയത്ത് ടിക്ടോക്ക് പോപ്പുലർ ആയിരുന്നപ്പോൾ ആരോ ഇട്ട ഒരു വീഡിയോ വഴിയാണ് മലരിക്കലിനെ ലോകമറിഞ്ഞത്. അങ്ങനെ ആ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അങ്ങ് അറ്റത്തായിട്ട് ഒരു പിങ്ക് കളറിലെ കാർപ്പറ്റ് പോലെ നമുക്ക് ആമ്പലുകൾ കാണാൻ തുടങ്ങി. നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ആ തകർത്ത് പെയ്തു വന്ന മഴ എങ്ങോട്ടോ ഓടിപ്പോയി. കയ്യിലൊരു ഡ്രോൺ ഇല്ലാത്തതിൻ്റെ സങ്കടം എന്നെ വല്ലാണ്ട് തളർത്തി തുടങ്ങിയിരുന്നു. കാരണം ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ ഭംഗിയും ഒപ്പിയെടുക്കാൻ ഞങ്ങളുടെ കയ്യിലെ ക്യാമറകൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഇവിടുത്തെ താഴ്ച കണ്ടോണം. പൂ നേരെ വെക്കുന്നത് ഇതുണ്ട്. ഇത്ര ഉണ്ട് ഇവിടുത്തെ വാട്ടർ ലെവല്. ഇതിന്റെ ബാക്കി ലെങ്ത് ഇതിന്റെ ചെവിടെന്ന് പറയാൻ അടിയില്ല. അതിന്റെ ലെങ്ത് കണ്ടോ? ഞാൻ പിടിച്ചേക്കുന്നതാണ് വെള്ളം. ഇത്ര ലെങ്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇത്ര ആഴമുണ്ട് ഇവിടെ. നമ്മളോട് ആരോ പറഞ്ഞതാണ് ഇവിടെ മുട്ടറ്റം വെള്ളമുള്ളെന്ന്. അതുകൊണ്ടാണ് അരവിന്ദ് ആക്ച്വലി ഈ ബോട്ടിൽ കയറിയത്. ഞങ്ങളിന്ന് വള്ളത്തെ കയറ്റാന്ന് ചോദിച്ചാൽ അങ്ങനെ വള്ളത്തെ കയറ്റി. അന്ന് ടിക്ടോക്ക് ഉള്ള സമയമാണ്. ചെറുക്കനും പെണ്ണു പറഞ്ഞു ഞാൻ കുറെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാമറ പുള്ളി എടുത്തു കൊടുക്കും. അതങ്ങ് എടുത്തു കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേ രക്ഷയില്ലാതെ പോപ്പുലറായി. പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് ഇല്ലിക്കൽ വരെ വണ്ടി ഇട്ടിട്ട് കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് അവിടുന്ന് നടന്നു വന്നവരുണ്ട്. കാസർഗോഡ് അവരവിടുന്ന് ഇവിടം വരെ നടക്കുക. അവിടുത്തെ കാഴ്ചകൾ മതിവരോളം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഞാനൊരു ഡ്രോണുമായിട്ടേ വരത്തുള്ളൂ. ആ ഏരിയൽ ഷോട്ട്സ് ഒക്കെ എടുത്ത് പൊളിയാക്കും. ഞങ്ങളുടെ ബോട്ട് ഓടിച്ച ചേട്ടൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഈ മലരിക്കലിലെ ജേണി നമ്മൾ ചങ്ങനാശ്ശേരിയിലെ പത്മ കഫേന്ന് ഒരു ഗീ റോസ്റ്റൊക്കെ കഴിച്ച് വൈൻഡപ്പ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ എന്തായാലും അറിയിക്കാം. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.